കൃത്യമായിട്ട് ഭഗവത്ഗീത അനലൈസ് ചെയ്ത് പോകുമ്പോൾ കൃത്യമായിട്ട് മനസ്സിലാവും. ഇനി ഇതിന്റെ ഏറ്റവും വലിയൊരു പ്രാധാന്യം എന്ന് പറയുന്നത് ആർക്കാണ് ഇത് ഉപകാരപ്പെട്ടതെന്നാണ്, എന്തിനാണ് ഇത് ചെയ്തത് എന്നതാണ്. ഏറ്റവും നല്ല കഴിവുള്ള ഒരു യോദ്ധാവ്, ആ യോദ്ധാവിന് ഒന്നും ചെയ്യാൻ പറ്റാതെ വേർത്ത് കുളിച്ചു നിൽക്കുന്ന സമയത്ത്, വിറച്ചു നിൽക്കുകയാണ്, എന്താ ചെയ്യേണ്ടത് ഒരു രൂപമില്ലാത്ത സമയത്ത്, അപ്പൊ ആദ്യം ചെയ്തത് എന്താണ്? ആ ആദ്യത്തെ ചാപ്റ്ററിൽ നമ്മൾ പറയുമ്പോൾ കാണാൻ പറ്റും, വേർത്ത് കുളിച്ച് ഗാന്ധീവൻ തന്നെ താഴെ വെക്കുകയാണ്. രണ്ടാമത് ഗാന്ധീവൻ കയ്യിൽ എടുത്തു, എന്നിട്ട് യുദ്ധം ചെയ്യാൻ തയ്യാറില്ലാണ്ടിരിക്കണം. സെക്കൻഡ് ചാപ്റ്ററൊക്കെ ആകുമ്പോൾ കയ്യിലൊക്കെ ആയി, പക്ഷെ അതുകൊണ്ടൊന്നും കാര്യമില്ല. അപ്പൊ നമുക്കൊക്കെ ആയുധം കയ്യിലെടുക്കാനുള്ള ധൈര്യം ഇല്ലാത്തവരാണെന്നർത്ഥം. പലർക്കും കഴിവുണ്ട്, പലതും ചെയ്യാൻ സാധിക്കും. ഓരോ വ്യക്തിക്കും 100 കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമ്പോൾ അത് ചെയ്യാൻ സാധിക്കില്ല എന്നൊരു തോന്നൽ നമ്മളിൽ ഉണ്ടാവുമ്പോൾ ഭഗവത്ഗീത വായിച്ചാൽ ആയുധം കയ്യിലെടുക്കാനുള്ള ഒരു ധൈര്യം ആദ്യം കിട്ടും. അത് കഴിഞ്ഞാൽ പിന്നെ ആയുധം എങ്ങനെ ഉപയോഗിക്കണം, കയ്യിൽ വെച്ചിരുന്നിട്ട് കാര്യമില്ല. കുറെ കഴിവുള്ള വ്യക്തികളുണ്ട്. ആ കഴിവുള്ള വ്യക്തികൾക്ക് പലപ്പോഴും ഞാനൊരു സൈക്കോതെറാപ്പിസ്റ്റും കൗൺസിലിംഗ് ഒക്കെ ആയതുകൊണ്ട് എനിക്ക് വരുന്ന എല്ലാ മെസ്സേജുകളും സങ്കടകരമായ ജീവിതത്തിന്റെ ഓരോ ദിവസത്തെ പ്രോബ്ലംസും പറഞ്ഞുകൊണ്ട് എനിക്ക് വരുന്ന മെസ്സേജുകൾ, ദീർഘമായ മെസ്സേജുകൾ, വായിക്കാൻ തന്നെ ഒരു ദിവസം പോരാ, അത്രയും ദീർഘമായ മെസ്സേജുകളാണ് ഓരോ ദിവസവും വരുന്നത്. ഇവരൊക്കെ നമുക്ക് തോന്നുന്നത് അവർക്ക് ഒരു എങ്ങനെ സമൂഹത്തിൽ ഇടപെടണം, എങ്ങനെ അവരുടെ കഴിവിനെ ഉപകരിക്കണം എന്നൊക്കെയുള്ള ഒരു കൃത്യമായിട്ടുള്ള ലെസൺ കൊടുക്കാത്തതിന്റെ കുഴപ്പമാണ്. അപ്പൊ ഭഗവത്ഗീതക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആയുധം കയ്യിലെടുപ്പിക്കാൻ പറ്റും എന്ന് വെച്ചാൽ മടി പിടിച്ചിരിക്കുന്ന അല്ലെങ്കിൽ ധൈര്യമില്ലാത്തവന് ധൈര്യം കൊടുക്കാൻ പറ്റും. അത് കഴിഞ്ഞ് അടുത്ത സ്റ്റെപ്പിൽ അത് കൃത്യമായിട്ട് ഉപയോഗിക്കാനുള്ള, പിന്നെ നമുക്കുണ്ടാവുന്ന എപ്പോഴും നമ്മൾ ആലോചിക്കുന്നത് കോൺസിക്വൻസസിനെ കുറിച്ചാണ്. എന്തെങ്കിലും ചെയ്യുന്നതിന് മുമ്പ് തന്നെ ആലോചിക്കും, ഇത് ചെയ്താൽ എന്ത് പറ്റും. അങ്ങനെ വളരെ ലോവർ ലെവലിൽ ഒരു സാധാരണ മനുഷ്യൻ ചിന്തിക്കുന്നത് പോലെയൊക്കെ ഏറ്റവും വലിയ കഴിവുള്ള ഒരു ആയുധധാരിയായ, മഹാഭാരത യുദ്ധത്തിൽ പൂർണ്ണമായും പ്രതീക്ഷ അർപ്പിച്ചു നിൽക്കുന്ന അർജുനൻ അങ്ങനെ തോന്നുമ്പോൾ അത് റെപ്രസെന്റ് ചെയ്യുന്നത് ഏറ്റവും വലിയ കഴിവുള്ളവനും ഈ ഒരു അവസ്ഥയിലൊക്കെ പോകുന്ന സമയത്ത് എന്താണ് അദ്ദേഹത്തെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ ഭഗവാൻ കൃഷ്ണൻ ചെയ്തത് എന്ന് നമ്മൾ പഠിക്കുമ്പോൾ നമുക്കുണ്ടാവുന്നത് ഒരു വലിയ ഒരു എനർജിയാണ്. ആ എനർജി കൊടുക്കുക എന്നുള്ളതാണ്, മോട്ടിവേറ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മളെ ഏറ്റവും കഴിവുറ്റവരാക്കി മാറ്റാൻ സാധിക്കുമെങ്കിൽ അതിന് ഉപകരിക്കുന്ന എന്തെങ്കിലും ലോകത്ത് താൽക്കാലികമായിട്ടൊക്കെ ചില സൊല്യൂഷൻസ് ഒക്കെ അവിടെ ഇവിടെയൊക്കെ നമുക്ക് കാണാൻ പറ്റുമായിരിക്കും. പക്ഷെ എന്റെ തൊട്ടു മുന്നിലിരിക്കുന്ന എന്റെ ഗുരുക്കന്മാർക്കെതിരെ പോലും എന്നെക്കാളും കഴിവുണ്ട്, എന്നെ പഠിപ്പിച്ചതവരാണ്. അപ്പൊ സ്വധർമ്മമാണ് അർജുനന്റെ വില്ല്. അർജുനന്റെ വില്ലായിട്ട് കാണരുത്. പ്രാക്ടിക്കലായിട്ട് ഭഗവത്ഗീതയെ നോക്കുന്ന സമയത്ത് നാം കാണേണ്ടത് അർജുനന്റെ വില്ല് എന്ന് പറയുന്നത് ഓരോ വ്യക്തിയുടെയും സ്വധർമ്മമാണ്, കടമയാണ്. ആ വില്ല് ഉപേക്ഷിക്കുന്നതാണ് 1-ാമത്തെ അധ്യായം. അതാണ് വിഷാദം. അത് വളരെ വയലന്റ് ആയിട്ടുള്ള മനസ്സോടു കൂടിയുള്ള അർജുനനെ അവസാനത്തെ അധ്യായത്തിൽ അർജുന വിഷാദ യോഗം, വിഷാദം എന്ന് പറഞ്ഞാൽ വയലന്റ് ആണ്, ഇമോഷണലി വയലന്റ് ആവുമ്പോഴാണ് വിഷാദം ഉണ്ടാവുക. ആ ഇമോഷണലി വയലന്റ് ആയിട്ടുള്ള അർജുനനെ അവസാന ചാപ്റ്റർ 18-ാമത്തെ ചാപ്റ്റർ എത്തുമ്പോഴത്തേക്കും മോക്ഷ സന്യാസ യോഗം എന്ന് പറയുമ്പോൾ സൈലന്റ് ആയിട്ടുള്ള, വളരെ ഡിവോട്ടഡ് ആയിട്ടുള്ള, ആക്ഷൻ ചെയ്യാൻ എന്ത് ചെയ്യാനും റെഡിയാണ്, പക്ഷെ എന്റെ മനസ്സ് വയലന്റ് അല്ല, മനസ്സ് സൈലന്റ് ആണ്. കായികമായിട്ടുള്ള ശക്തി ഉപയോഗിക്കുമ്പോൾ നമുക്ക് വേണ്ടത് മനസ്സ് സൈലന്റ് ആവുകയാണ്. ആ വില്ല് കയ്യിലെടുപ്പിക്കാൻ സ്വധർമ്മം സൂക്ഷിക്കുക എന്നുള്ള, ഓരോ മനുഷ്യനും അവനവൻ ചെയ്യാനുള്ള ധർമ്മം, അതാണ് നമ്മുടെ വില്ല് കയ്യിലെടുക്കുമ്പോഴുള്ള ഒരു സിംബോളിക് റെപ്രസെന്റേഷൻ. ആ ധർമ്മം ചെയ്യണം എന്ന് ഭഗവാൻ, അതുകൊണ്ട് നമുക്ക് എന്താ കിട്ടുക? സമ്പത്ത്, വിജയം, അതാണ് ലാസ്റ്റ്. അതുകൊണ്ടുണ്ടാവുന്ന ഭൂതി, സമൃദ്ധി, മോക്ഷം, ബ്ലിസ്. മോക്ഷം എന്ന് പറഞ്ഞാൽ
അയ്യോ ഇത് ചെയ്യണ്ടായിരുന്നു എന്ന് കുറച്ച് കഴിയുമ്പോൾ തോന്നാത്ത നമ്മുടെ സ്ഥിരമായിട്ടുള്ള അവസ്ഥയെയാണ് മോക്ഷം എന്ന് പറയാം. ഇതാണ് എന്ന് പറയാം. ഇത് മാത്രം പറഞ്ഞാൽ ഭഗവത്ഗീത തീർന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ജന്മം ഫുൾ പറഞ്ഞാൽ തീരാത്തത്രയും കുറേ ഒബ്ജക്റ്റീവ് ആൻഡ് സ്കോപ്പ് പറയാൻ പറ്റും. സംക്ഷിപ്തമായിട്ട് ഇത് മതിയെങ്കിൽ ഇത് മതിയാക്കാം. ഇനിയും തുടർന്ന് പറയണമെങ്കിൽ എത്ര മണിക്കൂറുകളാണോ നമുക്ക് പറയാൻ സാധിക്കുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എത്ര മണിക്കൂർ കേൾക്കാൻ തയ്യാറാണോ അത്രയും പറയാൻ സാധിക്കുന്നുണ്ട്. വളരെ സ്പെസിഫിക് ആയിട്ട് ശ്ലോകങ്ങളൊക്കെ ഇതിനെ കൂട്ടി ഇത് പറയാം. കാരണം എന്റെ ബുക്കിൽ ഞാൻ ഇത് ഫുൾ ശ്ലോകങ്ങൾ കാറ്റഗറൈസ് ചെയ്തിട്ട് അതിന്റെ ഗുണങ്ങളും അതിന്റെ ദോഷങ്ങളും എവിടെയാ കണക്ട് ചെയ്തിരിക്കുന്നത്, ഏത് ശ്ലോകം എവിടെ വായിക്കണം എന്നൊക്കെ കൃത്യമായിട്ട് എഴുതി വെച്ചിട്ട് ഉണ്ട്. അതുകൊണ്ട് എനിക്ക് വളരെ എളുപ്പം പറയാൻ പറ്റും. ജീവിതത്തിലേക്കുള്ള ഒരു വഴികാട്ടിയായിട്ട് നമുക്ക് കാണാൻ പറ്റും. എന്ന് വെച്ചാൽ ജീവിതം, എല്ലാവരും ജീവിതത്തിന്റെ വഴിയിലൂടെ പോകും, പക്ഷെ അതിനെ അർത്ഥപൂർണമാക്കുകയാണ്. അതിന് ഏറ്റവും നല്ല മാർഗനിർദ്ദേശം ഏതാണെന്ന് ചോദിച്ചാൽ ഭഗവത്ഗീതയാണ്. ഏത് സമയത്തും ആശയക്കുഴപ്പം, ഇനിയിപ്പോ ഇത്രയും പറഞ്ഞതുകൊണ്ട് ഇനി അർജുനന്റെ മനസ്സ് ഉടനെ വരാം. ആശയക്കുഴപ്പം എന്ന് പറയുമ്പോൾ അർജുനനാണ്. ലക്ഷ്യമില്ലാത്ത ഒരാളെന്ന് പറഞ്ഞാൽ അർജുനനാണ്. ആ അർജുനനല്ല, അർജുനന്റെ എടുത്ത് നമ്മളൊക്കെയാണ് നിൽക്കുന്നത്. അതില് കൃഷ്ണൻ ഒരു വേഷമുണ്ട്. ആ വേഷം എന്ന് പറയുന്നത് വഴികാട്ടിയാണ്. അത് നമ്മുടെ തന്നെ ഉള്ളിലിരിക്കുന്ന ആത്മാവാണ്. അതാണ് കൃഷ്ണൻ ഉദ്ധരേത് ആത്മനാത്മാനാം എന്നുള്ള ശ്ലോകത്തിലൊക്കെ പറയുന്നത്. ഒരു വഴികാട്ടിയായിട്ടുള്ള, സഹായിയായിട്ടുള്ള, സ്വന്തം തിരഞ്ഞെടുക്കാൻ തയ്യാറല്ലാത്ത ഒരു അവസ്ഥയിൽ ഒരു മെന്റർ. അപ്പൊ ഭഗവത്ഗീത പറയുന്നത് എന്താണ്? നല്ലൊരു മെന്റർ ഉണ്ടെങ്കിൽ, വഴികാട്ടി ഉണ്ടെങ്കിൽ, മടിയുള്ള ഒരാൾക്കും ആയുധം കയ്യിൽ വെച്ചിട്ടുള്ള ഒരാൾക്കും കഴിവുണ്ട് ചെയ്യാൻ സാധിക്കില്ല എന്ന് പറയുന്ന ഒരാൾക്കും പൂർണ്ണപ്രാപ്തി നേടണമെങ്കിൽ യു നീഡ് എ മെന്റർ. അത് എത്ര സ്കിൽഫുൾ ആണെങ്കിലും, അർജുനന്റെ അത്ര സ്കിൽഫുൾ ആയിട്ട് ആരുമില്ല. അർജുനന്റെ അത്ര ബ്ലെസ്സിങ്സോ വെപ്പൺസോ കയ്യിൽ കിട്ടിയിട്ടുള്ള ഒരാളും അക്കാലത്ത് ഉണ്ടായിരുന്നില്ല. എത്ര ബുദ്ധിമുട്ടുള്ള ഏത് ശത്രുവിനെയും കൊല്ലാൻ തക്ക ആയുധങ്ങൾ കയ്യിലുള്ള ആളാണ്. പക്ഷെ എന്തില്ല? ഒരു ആറ്റിറ്റ്യൂഡ് ഇല്ല. ആ വെല്ലുവിളികളെ വരുന്ന സമയത്ത് അവനവന്റെ വ്യക്തിത്വത്തെ ഉയർത്തിക്കാണിക്കാൻ കഴിവില്ലാത്തൊരു വ്യക്തിക്ക് ഒരു മെന്റർ ഉണ്ടായാൽ അത് സാധിക്കും എന്നുള്ളതാണ് ഭഗവത്ഗീതയുടെ ഏറ്റവും വലിയ ഒരു മെസ്സേജ് എന്ന് പറയുന്നത്. അപ്പൊ ഇന്ന് കൃഷ്ണൻ ഉണ്ടാവുമോ എന്ന് ചോദിച്ചാൽ കൃഷ്ണന്റെ രൂപത്തിൽ എല്ലാവർക്കും. ഞാൻ അർജുനാണോ ചോദിച്ചാൽ ഞാൻ അർജുനല്ല. അപ്പൊ ഭഗവത്ഗീത വായിക്കുമ്പോൾ, ഞാനൊക്കെ ഭഗവത്ഗീത വായിക്കുന്ന സമയത്ത് അർജുനന്റെ ശ്ലോകം വായിക്കുമ്പോൾ ഞാൻ അർജുനാവും, സഞ്ജയന്റേത് വായിക്കണം ഞാൻ സഞ്ജയനാവും, ധൃതരാഷ്ട്ര ഉത്തരം പറയുമ്പോൾ ഞാൻ ധൃതരാഷ്ട്രാവും, കൃഷ്ണൻ പറയുന്ന സമയത്ത് ഞാൻ കൃഷ്ണനാവും. ആ വേഷം കെട്ടിയിട്ടാണ് നമ്മളിത് വായിക്കുക. അപ്പൊ തന്നെ അതിൽ പൂർണ്ണമായിട്ടും ഇൻവോൾവ് ആവും. അപ്പൊ ജീവിതത്തിൽ സ്വീകരിക്കേണ്ട കുറെ സംഭവങ്ങൾ ഓരോരാളുടെ രൂപത്തിൽ നമുക്ക് കാണാൻ പറ്റും. ശ്ലോകത്തിലേക്ക് കടക്കുമ്പോൾ ഞാൻ കൃത്യമായിട്ട് പറയാം. സഞ്ജയന്റെ ദൃഷ്ടിയിൽ ആദ്യത്തെ ശ്ലോകം ധർമ്മക്ഷേത്രേ കുരുക്ഷേത്രേ എന്ന് പറയുന്ന സമയത്ത് ധൃതരാഷ്ട്രയുടെ കണ്ണിലൂടെ ഭഗവത്ഗീതയെ എങ്ങനെ കാണണം, അർജുനന്റെ കണ്ണിലൂടെ നമ്മൾ എങ്ങനെ കാണണം. ധൃതരാഷ്ട്രയുടെ എന്ന് പറഞ്ഞാൽ കുറെ പൊട്ടന്മാരായിട്ടുള്ള അച്ഛന്മാരുണ്ട് ഈ ലോകത്ത്. അവരുടെ കണ്ണിലൂടെ, അവരുടെ ഡ്രൈവറാണ് അവരുടെ അഡ്വൈസർ. ഡ്രൈവറോടാണ് ചോദിക്കുക എന്ത് സംശയം വരുമ്പോഴും. കൃത്യമായിട്ടൊരു മെന്റർ ഒന്നുമില്ല. അല്ലെങ്കിൽ കൃഷ്ണൻ അടുത്ത് പോയി ചോദിച്ചാൽ മതിയായിരുന്നു, അത് ചോദിച്ചില്ല. ഡ്രൈവറോടാണ് ചോദിക്കുക. അത് ചീഫ് മിനിസ്റ്റർ ആയാലും ഓടിച്ചിട്ടൊരു ട്രാഫിക് ജാം ഉണ്ടാകുമ്പോൾ ഉടനെ ഡ്രൈവറോട് ചോദിക്കുക എന്ത് പറ്റിയെന്ന്. എന്ന് വെച്ചാൽ ചീഫ് മിനിസ്റ്ററെക്കാളും അറിവുണ്ട് ഡ്രൈവർക്ക് എന്നുള്ള ധാരണയിലാണ്. അത് അല്ലെങ്കിൽ അഡ്വൈസർ ആവാം, അല്ലെങ്കിൽ പോലീസ് ആവാം, ആരോടെങ്കിലും ചോദിക്കുമല്ലോ. അതുകൊണ്ടാണല്ലോ ഇപ്പൊ എല്ലാവരും കുഴപ്പത്തിലൊക്കെ ചാടുന്നത്, കൃത്യമായിട്ട് ചോദിക്കാത്തതുകൊണ്ട്. ചോദിക്കേണ്ട ആളത്ത് ചോദിച്ചിട്ടില്ലെങ്കിൽ ഉണ്ടാവുന്ന പ്രശ്നങ്ങളാണ് എല്ലാ ഭരണാധിപന്മാർക്കും. അതിനെയാണ് അന്ധത എന്ന് പറയുക. ആ അന്ധതയാണ് ധൃതരാഷ്ട്രം റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പൊ ഓരോ ക്യാരക്ടറും നോക്കിയാൽ നമുക്ക് ഇന്നത്തെ പരിതസ്ഥിതിയിൽ ആര് ആണ് ഇത് ചോദിക്കുന്നതെന്ന് മനസ്സിലാവും. അത് ചിലപ്പോ ഭാര്യ, അന്ധനായ രാജാവിന് അത്യാവശ്യമായിട്ട് കാഴ്ച കൊടുക്കേണ്ടത് ഭാര്യയാണ് കൂട്ടായിട്ട്. പക്ഷെ അന്ധനായ ഭരണാധികാരിയുടെ കുടുംബാംഗങ്ങൾക്കും ഇതേ അസുഖം ഉണ്ടാവും. അതുകൊണ്ടാണ് ഗാന്ധാരി കണ്ണു കെട്ടിയിട്ട് ഒരു ക്യാരക്ടർ ഉണ്ടാക്കി തന്നിട്ടുള്ളത്. അപ്പൊ രണ്ടുപേരും അന്ധന്മാരായാൽ മക്കള് നേരെ വഴിക്ക് പോവില്ല എന്നുള്ളതിന്റെ മാർഗമാണ് അഫ്ഗാനിസ്ഥാനിൽ പോയിട്ട് പേരനൊക്കെ കാണുന്നത്. അതുകൊണ്ടാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുന്നത്. അതുകൊണ്ടാണ് ഗൈഡായിട്ട് ഉപയോഗിക്കുന്ന ആള് പോലും ദുര്യോധനന്റെ ഗൈഡ് എന്ന് പറയുന്നത് നമുക്കറിയാം, ശകുനിയാണ്. അപ്പൊ കൃഷ്ണൻ ആണ് പാണ്ഡവരുടെ അഡ്വൈസർ. കൗരവന്മാരുടെ അഡ്വൈസർ എന്ന് പറയുന്നത് ദുര്യോധനെ ഗൈഡ് ചെയ്യുന്നത് അന്ധനായ അച്ഛനും അമ്മയും ഉള്ളത് കൊണ്ട് മാത്രം ശകുനി എന്നൊരു വ്യക്തിയാണ്. അതിന് പകരം പാണ്ഡവന്മാരുടെ അഡ്വൈസറായിട്ട് ഗൈഡായിട്ടിരിക്കുന്നത് ശ്രീകൃഷ്ണനാണ്. അത് എത്രത്തോളം നമ്മുടെ മനസ്സിനെ
ഉയർത്താൻ സാധിക്കുമോ, നമ്മുടെ കാഴ്ചപ്പാടിനെ മാറ്റാൻ സാധിക്കുമോ, എത്രത്തോളം നമുക്ക് നന്മ ഉണ്ടാക്കാൻ പറ്റുമോ, അതിന്റെ ഔന്നത്യത്തിൽ ഇരിക്കുന്ന ഒരാൾ വേണം. ഒരാൾക്ക് മില്യനെയർ ആവണമെങ്കിൽ ബില്യനെയർ ആവണം അയാളുടെ മെന്റർ. പാപ്പരാസിയായിട്ടുള്ള ഒരാളായാൽ അവിടെ എത്തില്ലല്ലോ. അപ്പോൾ ഈ ഒരു അവസ്ഥയാണ്, ഈ ഒരു പാഠമാണ് നമുക്ക് കൃത്യമായിട്ട് ഭഗവത്ഗീതയിൽ പറഞ്ഞു തരുന്നത്. അത് വ്യത്യസ്തമായ കഥകൾ പറയുന്നത് പോലെ നല്ല രസകരമായ അവസ്ഥയിൽ. ഇപ്പൊ എനിക്ക് ഏറ്റവും ഇഷ്ടം ഭഗവത്ഗീത വളരെ എളുപ്പം ധൃതരാഷ്ട്രയുടെയും സഞ്ജയന്റെയും കണ്ണിലൂടെ, എന്ന് വെച്ചാൽ യുദ്ധത്തിൽ പങ്കെടുക്കാത്ത ഒരാളുടെ, ഒരു പ്രോബ്ലത്തിലും ഇല്ലാത്ത ഒരാള്, എന്താണ് അവരുടെ ദൃഷ്ടി. ഇലക്ഷന് മത്സരിക്കുന്നതിന് പകരം ഇലക്ഷൻ സ്ട്രാറ്റജിസ്റ്റ് ആയിട്ടുള്ളവരുണ്ടാവും, അവർ ഇന്നതൊക്കെയാണെന്ന് പറയും. അതുപോലെയാണ്. അത് കഴിഞ്ഞാൽ പിന്നെ മത്സരിക്കുന്നവരുടെ ആ ഗ്രൂപ്പിൽ പെടുമ്പോഴാണ് കൃഷ്ണൻ അത് മെന്ററായിട്ട് പറയുന്നത്. സഹിക്കുന്നവര് അർജുനാണ്, അവർക്കാണ് കോൺഫ്ലിക്റ്റും കൺഫ്യൂഷനും ഒക്കെ ഉള്ളത്. അവരുടെ കണ്ണിൽ ഒരു മെന്റർ അടുത്ത് പോകുമ്പോഴുള്ള സ്ഥിതി എന്താണ്, പുറത്തു വരുമ്പോഴുള്ള സ്ഥിതി എന്താണ്. ഇങ്ങനെ നമുക്ക് ഭഗവത്ഗീതയെ കൃത്യമായിട്ട് പഠിക്കാൻ സാധിക്കുകയാണെങ്കിൽ ഇത് പഠിക്കുന്ന ഓരോ വ്യക്തിക്കും മനസ്സിലാവും, ഓ ഇത് എന്റെ പ്രോബ്ലമാണ്. അങ്ങനെ പഠിക്കുന്നതാണ് ഈ ഭഗവത്ഗീതയുടെ ഒബ്ജക്റ്റീവ് ആൻഡ് സ്കോപ്പ് എന്ന് പറയുന്നത്. കൃഷ്ണൻ കൃത്യമായിട്ട് പറയുന്നുണ്ട് 18ാമത്തെ ചാപ്റ്ററിൽ ആര് പഠിക്കണം, എങ്ങനെ വായിക്കണം, എങ്ങനെ ഉള്ളവരെ പഠിപ്പിക്കണം, എങ്ങനെ ഉള്ളവരുടെ അടുത്ത് നിന്ന് പഠിക്കണം. അത് വെറുതെ വായിച്ചു പോകാനുള്ളതല്ല. അതുകൊണ്ട് കൃത്യമായിട്ട് പഠിക്കാൻ വളരെ രസകരമായിട്ട്, ലോജിക്കലായിട്ട്, ഡിഡക്റ്റീവ് മെത്തേഡ് ഓഫ് ലേണിംഗ് എന്നൊക്കെ പറയും, ഇൻഡക്റ്റീവ് മെത്തേഡ് ഓഫ് ലേണിംഗ്, ഡിസ്കവറി മെത്തേഡ് ഓഫ് ലേണിംഗ്, അങ്ങനെ ഡിഫറെന്റ് മെത്തേഡ്സ് ഉണ്ട്. അപ്പറന്റിസ് ടൈപ്പ് ലേണിംഗ് ആണ്, ഓരോ ശ്ലോകം എടുക്കുക, ഒന്നങ്ങോട്ട് വായിക്കുക, അതിന്റെ അർത്ഥം പറയുക, അങ്ങനെ അങ്ങോട്ട് പോവുക. ആ അപ്പറന്റിസ് ടൈപ്പ് എന്ന് പറഞ്ഞാൽ അയാൾ എപ്പോഴും അപ്പറന്റിസ് ആണ്, അയാൾക്ക് എപ്പോഴും മാനേജർ ലെവലിലോ അല്ലെങ്കിൽ ഹയർ ലെവലിലോ ഒന്നും പോകാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് ആ ലെവലിൽ പഠിക്കുന്നതിനേക്കാളും എനിക്ക് തോന്നുന്നു അങ്ങനെ കുറെ ക്ലാസ്സുകൾ ഉണ്ട്. അപ്പൊ ഞാൻ പഠിക്കുകയും പഠിപ്പിക്കുകയും അല്ലെങ്കിൽ പ്രതി ആവർത്തി വായിച്ച് കുറെ പ്രാവശ്യം പഠിപ്പിക്കുകയൊക്കെ ചെയ്തുകൊണ്ട് ഇപ്പൊ എൻ്റെ ഒരു കണ്ടന്റ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ എനിക്ക് പറയാൻ തോന്നുന്നത് അത്തരത്തിലുള്ള ഒരു ചിന്തകളാണ്.